ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ ബ്രദറും കൂടി ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ നോക്കി. ചിലപ്പോൾ നമ്മളൊന്ന് നാട്ടിൽ പോകും കേട്ടോ, ഉറപ്പൊന്നും ആയിട്ടില്ല. ചിലപ്പോൾ മേ ബി ഒക്കെ ഒന്ന് നാട്ടിൽ പോകണമെന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്നുള്ള ഒരു ഇതിൽ ഞാൻ ടോപ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ യു എയിലേക്ക് വന്നതിൻ്റെ ആകെ ഇതിൻ്റെ ശേഷം പിന്നെ ഒന്നും അങ്ങനെ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ എൻ്റെ ബ്രദറിന് അത് ഇഷ്ടമായില്ല. അപ്പോൾ അവൻ പറഞ്ഞത് അതൊന്നും ഇട്ട് കൊടുക്കണ്ട പറഞ്ഞിട്ട് അത് വേണ്ട വെച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങളിതാ മോളൂസിന് കുറേ ഉടുപ്പൊക്കെ നോക്കി ഞങ്ങൾ രണ്ടാളും വാക്ക് തർക്കമായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. പക്ഷെ ഞങ്ങൾ സോക്സ് വാങ്ങിയിട്ട് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സോക്സ് കിട്ടി. അപ്പോൾ അത് വാങ്ങി. അപ്പോൾ അത് നമ്മൾ സെയിം ഓക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ പിന്നെ ഞാൻ ഫ്രോക്കൊക്കെ നോക്കി. അതൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ കാണുന്നത്. ഒന്നും എനിക്ക് പറ്റണില്ല. ഇവിടെ നിന്നൊന്നും വാങ്ങണ്ട പറഞ്ഞിട്ട് അങ്ങനെ തല്ലുകൂടി ഞങ്ങൾ ഗൈസ് അവിടെ നിന്ന് ഞാൻ ആ സോക്സ് മാത്രം എടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഷോക്സ് അത് ഇതൊക്കെ പറഞ്ഞതിൽ കമൻ്റൊക്കെ വരും, എന്താ അത്. അപ്പോൾ നിങ്ങളോട് പറയാൻ പിന്നെ ഞാൻ കുറച്ച് ക്രാബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ. ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ വിചാരിച്ചൊരു മുതൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ നിങ്ങളോട് പറയാനിപ്പോൾ നമുക്കൊരു ബേബി ഗേൾ ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഈ സെക്ഷനിലൊക്കെ പോകണ്ടേ. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെയുള്ള കുറച്ച് ടോയ്സിൻ്റെ സെക്ഷനിലും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ടോയ്സൊക്കെ നോക്കി. ഇവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല ഗൈസ്. ഞങ്ങളെ ഇഷ്ടത്താവളം ഡേ ടു ഡേ ആണ് കേട്ടോ. ഡേ ടു ഡേയിൽ നല്ല ക്വാളിറ്റീസ്, അത്ര നല്ല ക്വാളിറ്റിയിൽ എന്നാലും ബേബി ടോയ്സൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ ചീപ്പ് റേറ്റിന് കിട്ടണ ഒരു ഇതായിട്ട് എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ തീരെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പോലെ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പറ്റിയില്ല. അപ്പം ഞാൻ അവിടുന്ന് ഓൺലി ഒരു സോക്സ് വാങ്ങി. പിന്നെന്താ, ഞാൻ ഈ ഒരു ഹൈ സ്റ്റൈൽ ഫാഷൻ ഉണ്ട് കേട്ടോ. ഞാൻ പ്രഗ്നൻസിയിൽ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഡ്രസ്സ് മെറൂൺ എവിടെ നിന്ന് എടുത്ത് വെച്ചപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഷോപ്പിലേക്ക് വന്നപ്പോൾ ഇപ്രാവശ്യം ഓൺലി ജലാബിയ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. പിന്നെ ഇങ്ങനത്തെ ലോങ് ഡ്രസ്സ് കുറച്ച് അധികമായിട്ട് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോങ് ഡ്രസ്സ് 3 പീസ് 100 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സാട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. പിന്നെ 3 ഷൂസ് 100 ദിറംസ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഷൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഷൂ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഷൂ ഒക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനത് നോക്കിയില്ല കേട്ടോ. അങ്ങനെ നിങ്ങളോട് പറയാൻ ഇവിടെ നിന്ന് എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല തൽക്കാലം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ബേബിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ അക്കാസൊക്കെ അല്ലേ. അപ്പം ഞാനിവിടെ ഈ ഷോപ്പിലാണെങ്കിൽ ഒരു അനങ്ങണില്ല കേട്ടോ. ഇവിടെ 4 ദിറംസ് എന്നൊക്കെ പുറത്ത് എഴുതിയിട്ട് കണ്ടിട്ടുണ്ട് കയറിയത്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ നല്ല അടിപൊളി യുണീക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. 20, 30, 35 ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 850, 950, 1815. അതുപോലെ ടോപ്പിന് വേറെ, പാൻറ്റിന് വേറെ പ്രൈസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊരു എന്താ പറയുക, വേറൊരു ഡ്രസ്സാണ്. പിന്നെ ഇത് ഞാൻ മാരേജിന് വൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഈ ഒരു തീം നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻജുമിൻ്റെ മോന്ത ഒന്നാകെ പോകും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിലേക്കാണ് കേട്ടോ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത്. റൂമിൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പുണ്ട്, നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ, ഗിഫ്റ്റ് സെൻറ്റർ. അങ്ങനെ അവിടെ വന്ന് അവിടെ ഷൂവും ഇതൊക്കെ നോക്കി. അവിടെ നിന്ന് ഗൈസ് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ കയ്യും വീശി വരേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കയ്യും വീശി വീട്ടിലെത്താനായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.